സ്പീഡ് കണ്ട് അറിഞ്ഞൂടെ? കോബ്രയുടെ വണ്ടിയാ. കോബ്രേ? ആരാവൻ? അവനല്ല, അവന്മാര് രണ്ടുപേരുണ്ട്. കോട്ടയം പ്രദേശ് കോബ്ര. എങ്ങനെ? കോട്ടയത്തിന്റെ കോയും പ്രദേശിന്റെ ബ്രായും കൂടിയ കോബ്ര. അതിന് പ്രദേശിലൂടെ ബ്രാസിസ്റ്റേഴ്സിനല്ലേ? ആ ബ്രാ അല്ലടോ ഇത്. ഈ ബ്രദറിന്റെ മറ്റേ ബായില്ലേ, അതിന്റെ അടിയിൽ കൂടി വളച്ചു കിട്ടിയ ബ്രാ. ഞങ്ങളൊക്കെ അതിനെ കോണകോന്നാ പറയുന്നത്. മുണ്ടും കോണ കൊടുക്കാതെ ഇറങ്ങിക്ക വൃത്തിയായിട്ടവന്മാര്. ലോറൻസ് ചേട്ടാ, ജങ്കാറെത്തിട്ടാ. ചേട്ടാ ഒരു ചായ. ആരുടെ ദിവാകര? ജങ്കാറിലൊരു ജിമിട്ടൻ കാറ്. കോബ്രകളുടെ വണ്ടിയാ. ആരുടെ കോബ്രകള് എന്നാ പറഞ്ഞത്? കോട്ടയത്തുനിന്നാ. ഇനി എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ലാന്ന്. ഒന്നുകിൽ കോയമ്പത്തൂർക്ക്, അല്ലെങ്കിൽ കോഴിക്കോടിന്. അവരെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സ്ഥലത്തെ താമസിക്കുള്ളൂന്ന്. അതെന്താ അങ്ങനെ? കോബ്ര എന്നുള്ള പേര് കളയരുതല്ലോ. കോയിലേക്കുള്ള പോക്ക. എന്നാ ഇങ്ങോട്ട് വാടാ, എന്റെ ഒരു കോ വാടാ. ഈശ്വരാ, ചേട്ടൻ പറഞ്ഞു കേട്ടെന്ന് തോന്നുന്നു. ഇത്ര ദൂരത്താ? പാമ്പല്ലേ, കേൾവി ശക്തി കൂടും. കോബ്രയെന്ന് പറഞ്ഞിട്ട് ഒരുതരം ഊച്ചാളി കുട്ടപ്പാമ്പിനെ പോലെ ഉണ്ടല്ലോ. കാപ്പിയുണ്ടോ? എന്നാ കടുപ്പത്തിൽ 2 ചായ എടുക്ക. കറിയുണ്ടോ? എന്നാ നിന്റെ കരിക്കുന്നോർത്ത് ശരിക്കും മാന്തിയിട്ട് ആ കൈയൊക്കെ വൃത്തിയായി കൈയിട്ട് 2 ചായ എടുക്ക. ഞങ്ങളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കോബ്ര എന്ന് പറയുന്ന കോബ്ര അല്ല, ഗോബ്ര. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങളാണ് ഗോയും ബ്രായും. ഇത് ഗോപാലൻ, ഞാൻ ബ്രാലൻ. ബ്രാലനാ? അതെന്ത് പേര്? ശരിക്കും പേര് ബാലൻ. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ബ്രാലൻ. വ്യത്യസ്തനാം ഒരു ബ്രാലൻ. ഞങ്ങൾ യഥാർത്ഥ കോബ്രാസിന്റെ സെക്യൂരിറ്റീസ് ആൻഡ് പിആർഎസ്. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പിക്കും. ഓ, പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്ന പോലെ. എക്സാക്ട്ലി. പാണൻ ഓലക്കുടയും ചൂടി നടന്നു പറയും, ഞങ്ങൾ AC-ക്കാരെ കിടന്ന് പറന്ന് പറയും. അതിനുവേണ്ടി മാത്രമാണ് 90 ലക്ഷം രൂപ വിലയുള്ള ഈ കാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. റോഡ് ടാക്സും ഇൻഷുറൻസും വേറെ. നിങ്ങൾക്ക് ഇത്ര വലിയ AC-ക്കാരാണെങ്കിൽ കോബ്രകൾ എന്തായിരിക്കും? കോബ്രകൾ AC-ക്കാർ യാത്ര ചെയ്യാറില്ല, ഛർദിക്കും. എളിമ കൊണ്ടാ, ഓടുകഥ എളിമ കൊണ്ട്. എന്തൊരു കഥാപ്രസംഗോ സിമ്പിൾ അടിച്ച് കളിക്കാനായിട്ട്. പെട്ടെന്നുള്ള ഒരു ആവേശത്തില് അങ്ങനെ ഇപ്പൊ ആവേശിക്കണ്ട കേട്ടാ. ദൈവമേ, എന്റെ തൊണ്ടയിലും കയറിയില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ഗോബ്രമൻ കഥ പറയേ. പറയേ, കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്, പറ. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ? എന്റെ വയറ്റിൽ നിന്ന് ഇടക്കിടക്ക് കൂർക്കാൻ വലിക്കണ പോലത്തെ ഒരു സ്വരം പുറത്തേക്ക് വരും. അയ്യേ, അത് ഗ്യാസ്. അതിന് കിടക്കുന്നതിന് സംസാരം. സാറേ പറ സാറേ. ഓക്കെ അതാ അങ്ങോട്ടേക്ക് നോക്കൂ. ഹലോ, ഇവിടെ ഇങ്ങോട്ട് നോക്കണം. കഥാപ്രസംഗത്തിൽ അങ്ങോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്ന് അർത്ഥം അല്ലേ? താങ്ക് യു. ഇതാണ് നയന മനോഹരമായ ദില്ലി പട്ടണം. ഇവിടെയാണ് കോബ്രകളുടെ മുഖം നാം ആദ്യമായിട്ട് കാണുന്നത്. കോബ്രകൾ കോള്ള സ്ഥലത്തല്ലേ താമസിക്കുള്ളൂ. അതിന് ഡൽഹിയിലെവിടെയാണ് കോ? ഡൽഹിയിൽ കോയിലെന്ന് ആര് പറഞ്ഞു? ഡൽഹിക്കുമുണ്ട് കോ. അതാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന പ്രകൃതി രമണീയത തലം കെട്ടി കിടക്കുന്ന കോണാട്ട് പ്ലേസ്. അത് കോണാട്ട് പ്ലേസ് അല്ല, കൊണാട്ട് പ്ലേസാ. എടാ ബുജി, ഈ കൊനാറ്റിലെ കായുടെ മുന്നിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന സാധനത്തിന് കുറച്ച് നീളം കൂടി പോയെന്നല്ലേ ഉള്ളൂ. നീ അങ്ങ് ക്ഷമിച്ചേളാ. നീ പറ. അതെ, കോണാട്ട് പ്ലേസ്. അങ്ങനെയുള്ള കോണാട്ട് പ്ലേസിലേക്ക് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വരൂ, നമുക്കൊരു സവാരി പോവാം. വരൂ. അയ്യോ, ഞാൻ മണില്ല, എനിക്ക് സ്കൂളിൽ പോണം. മുട്ടയെന്ന് വിരിഞ്ഞില്ല. നീ കണ്ടിന്യൂ. കോണാട്ട് പ്ലേസ് അന്നവർ കോണാട്ട് ബ്രദേഴ്സ് ആയിരുന്നു. നഗരത്തിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാവുന്ന കോണാട്ട് ബ്രദേഴ്സ്. കോബ്ര.
ബ്രദറിന്റെ ചോരയ്ക്ക് ചോര. കൊലയ്ക്ക് കൊല. കൊലവരിട. ടയർഡായി പോയി. ഒരു സോഡ വിത്ത് ഗ്യാസ്. സാറേ, ഈ കോബ്രകൾ ശരിക്കും ബ്രദേഴ്സ് തന്നെയാണോ? ആണെന്നാണ് അവർ പറയുന്നത്. ഇരട്ടകൾ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. കാരണം പാലപ്പവും നെയ്യപ്പവും ഒരു ചട്ടിയിൽ വേവില്ലല്ലോ. സോഡ. താടാ. പോടാ. സാറേ, ഈ കോബ്രകൾ കല്യാണം കഴിച്ചാണോ? കോബ്രകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കല്യാണം. വൺസ് അപ്പോൺ എ ടൈം. കഥ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ? എടാ സോഡേ, നിനക്ക് സിമ്പിൾ എടുക്കാൻ അറിയാമോ? പിന്നെ ഈ കോബ്രകൾക്ക് തങ്ങൾക്ക് വരാൻ പോകുന്ന ഭാര്യമാരെ കുറിച്ച് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല സ്ത്രീധനം തരാത്തവരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. അതീവ സുന്ദരികളല്ലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. പല്ലുന്തിയവളായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒറ്റ കാര്യത്തിൽ. എന്താ അത്? പെൺകുട്ടികൾ സഹോദരിമാരായിരിക്കണമെന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ സിസ്റ്റേഴ്സ്. അതെന്തിനാ? കോബ്ര എന്ന പേരിന് ആക്കവും ഊക്കവും തൂക്കവും കൂട്ടാൻ. എന്താ? മനസ്സിലായില്ല അല്ലേ? ഇല്ല. രണ്ട് സഹോദരിമാരെ വിവാഹം കഴിച്ചാൽ പിന്നെ കോബ്രകൾ തമ്മിലുള്ള ബന്ധം എന്താ? എന്താ? കോബ്രേഴ്സ്. കോബ്രേഴ്സ് അല്ല, കോബ്രദേഴ്സ്. സിമ്പിൾ ആൻഡ് സിമ്പിൾ. താങ്ക് യു. അതെ, കോബ്ര എന്ന പേരിന് വീണ്ടും ഒരു അടിത്തറ കൂടി. അതാണ് കോബ്രാസ്. അത്രമാത്രം സ്നേഹിച്ചിരുന്നു അവർ ആ കോബ്ര എന്ന പേരിനെ. സത്യം, പല്ല് ചലിച്ചു. അത് ഞാനാ. ഓ, പട്ടിയാണല്ലേ ചലിച്ചത്. വൃത്തികെട്ടവൻ. എന്നിട്ട് കോബ്രകൾക്ക് സഹോദരിമാരെ കിട്ടിയോ? പല പ്രാവശ്യം കിട്ടി, സെവറൽ ടൈംസ് കിട്ടി. പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മലയാളികളെ ചുറ്റും കോബ്രകളെ കുറിച്ച് ഇല്ലാത്ത മുഴുവൻ പറഞ്ഞു വരുത്തും. അവർ കുഴപ്പക്കാരാണ്, ഇടിക്കാരാണ്, കച്ചറകളാണെന്നൊക്കെ. അങ്ങനെ വരുന്ന ആലോചന മുഴുവൻ മുടങ്ങും. ഇപ്പൊ ഒടുക്കം ഒരു ആലോചന വന്നു. എല്ലാം തികഞ്ഞ, എല്ലാം ഒത്തിണങ്ങിയ രണ്ട് സഹോദരിമാർ. ഇതെങ്കിലും അലസി പോകരുതെന്ന് കരുതി, ഒരു പഴുതുപോലും വരരുതെന്ന് കരുതി, പള്ളിയിൽ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കോബ്രകൾ അവരെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാം സേഫായ ആ ദിനം വന്നണഞ്ഞു. കോബ്രകൾ വിവാഹിതരാകുന്ന, കോബ്രകൾ വീണ്ടും കോബ്രകളാകുന്ന ആ മനോഹര സുദിനം വന്നണഞ്ഞു. അന്നവർ കോതമംഗലം പ്രദേശാണ്. കോതമംഗലം സെയിന്റ് നിക്കോളാസ് ചർച്ച്. ബ്രദറെ, നമ്മുടെ സൈഡിൽ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. നമുക്കെന്തിനാ ബ്രദറെ ബന്ധുക്കള്? എന്റെ ബന്ധു ബ്രദർ, ബ്രദറിന്റെ ബന്ധു ഞാൻ. നഞ്ചെന്തിന് നാനാഴി? അത് മതിയല്ലേ? പിന്നെ നടക്കാം. ബ്രദറെ, ഈ പൂവരയില് മാത്രമേ പഞ്ചാബി മേളൊന്നുമില്ലേ? പഞ്ചാബി മേളേ ചണ്ടയൊക്കെ ആയിട്ട്. ഓ, പഞ്ചാരവേളം. ആ, അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ബ്രദറെ ഈ ടി വി കാണുമ്പോൾ ഒരു എടുപ്പുണ്ടാവുള്ളൂ. വഴിയുണ്ടാക്കാം. എന്താ സാർ? താനിത് സ്ലോ മോഷനിലാണോ എടുത്തത്? അല്ല, നശിപ്പിച്ചു. അതൊക്കെ വേണോ സാർ? വേണോടോ, എന്നാലല്ലേ ഒരു കോളേജ് ലൈഫ് ഉള്ളൂ. അതെ, ഞാൻ ഒരു കാര്യം ചെയ്യും. രണ്ടാമത് എടുക്ക. ഇനി എടുത്തോ, സ്ലോ മോഷൻ മതി. പിന്നെ ഇതേ എടുക്കുമ്പോ സ്ലോ മോഷനിൽ ഇങ്ങനെ നടക്കണമെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ സ്പീഡ് ആകണം. അതേ ഇപ്പോഴത്തെ ഫാഷൻ. അതൊക്കെ പിന്നെ ചെയ്തോളാന്നേ. സാർ നടന്നേ. എടുത്തോ.
ദേ അവർ വന്നു. ബ്രദറേ, ബ്രദറിന്റെ റോസി ഡ്രസ്സൊക്കെ കിട്ടുമ്പോ കൊള്ളാട്ടോ. അല്ല ബ്രദറിന്റെ പെണ്ണെവിടെ? ബ്രദർ കിട്ടാൻ പോകുന്ന ഗ്രേസി എവിടെ? അയ്യോ, അതെ ഗോപാല, ബ്രദർ കിട്ടാൻ പോകുന്ന ഗ്രേസി എവിടെ? അതാണ് പറയാൻ പോണത്. രണ്ട് വധൂസ്കൾ കൂടി ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വധൂസ്, നവവധൂസ്. ഈ വധൂസ് അപ്പന്റെ അമ്മയുടെയും കൂടെ ഒരു കാറില്, മറ്റേ വധൂസ് കൂട്ടുകാരികളൂടെ വേറെ കാറിൽ. എന്നിട്ടൊന്നുമില്ല, ഒരു വധൂസിന്റെ വണ്ടി മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റേ വധൂസ് എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ബാലൻ അന്വേഷിച്ച് പോയിട്ടുണ്ട്. എന്തൊരു കഷ്ടം ഇത്. ബ്രദർ ടെൻഷൻ അടിക്കണ്ട, സിസ്റ്റർ വല്ല ട്യൂഷനും പോയതായിരിക്കും. പിന്നെ ട്യൂഷൻ വരുന്ന മാത്തമാറ്റിക്സ് പരീക്ഷ. വെയിറ്റ്, ഇപ്പൊ വരും. എന്ത് വെയിറ്റ് ചെയ്യാൻ? ഇത്ര കാലം വെയിറ്റ് ചെയ്തു. ബ്രദറെ, പ്രായം കൊണ്ടേ പോകുന്നത്. യെസ്, ടൈം ഈസ് ഗോൺ അവേ. സാറേ, എന്താണ്? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താണ്? ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം. എന്താ എന്താ ഉണ്ടായെന്ന് പറ. അതെ, ആ കൊച്ചിന് ആരോ ആയിട്ട് പ്രേമം ഉണ്ടായിരുന്നു പോലും. ചോദിക്കട്ടെ, എന്താടാ ഇത്? എന്നതല്ല, ഞാനുമായിട്ടല്ല പ്രേമം, വേറെ ആരോട്ടല്ലേ. അവരൊന്നിച്ചു മുങ്ങിയതാ. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അയ്യോ, പാട്ടി. അടങ്ങ്. അതെ, അവൻ പറഞ്ഞതിന് കാര്യമുണ്ട്. എനിക്ക് നേരത്തെ തോന്നിയാണ്, അടി പേടിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി അടി കഴിഞ്ഞ സ്ഥിതിക്ക് പറയാം അത് തന്നെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ബ്രദറെ, എന്താ ബ്രദറെ എങ്ങോട്ടേ കേറി പോണത്? ഞാനിവിടെ ഇരിക്കും. ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല. നമുക്ക് വേറെ പെണ്ണെ കിട്ടും. കിട്ടും ബ്രദറെ, കിട്ടും. എപ്പെന്ന് ചോദിച്ചാ കിട്ടും ബ്രദറെ, വിഷമിക്കാതെ. ഓട്ട ബ്രദറെ, തന്നെ എവിടം വരെ പോകാന്? അത് ശരിയാ. സാറേ, ഒന്ന് ചിരിച്ചേ. ഇതെന്ത് ചിരിയാണ്? എന്നാ പിന്നെ സാറൊന്ന് ചിരിച്ചേ. പന്നി, എന്തിത്? നിങ്ങൾ അങ്ങോട്ട് ചെന്നേ, ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ്. അതെ, ഇനി ആ കൊച്ചിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു കല്യാണങ്ങൾ നടക്കട്ടെന്ന് എല്ലാരും പറയുന്നത്. വേഗം വേണം, അച്ഛനും ശവടക്കിന് പോകണോ? വേണ്ട. വേണ്ടാന്ന് പറഞ്ഞ് ശവടക്കിൽ ശവത്തിൽ കയറല്ലേ? അതല്ലടാ ശവമേ. അതെ, ഒരു അറിയിപ്പുണ്ട്. ഈ കല്യാണം ക്യാൻസൽ. അങ്ങനെ ഒരാളുടെ കല്യാണം മാത്രമായിട്ട് ഇവിടെ ആരും ഉണ്ടാക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വിവാഹം ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാ. ഇതിപ്പോ ഒന്ന് മുടങ്ങിയ സ്ഥിതിക്ക് രണ്ടും വേണ്ട. ദാറ്റ്സ് ഓൾ. സാറേ, ഇത് ഒരു കുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണ്. വേണ്ട, അങ്ങനെ ആരുടെയും ഭൂതവും ഭാവിയൊന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എന്റെ ബ്രദറാ വലുത്. അത് കഴിഞ്ഞുള്ളൂ എന്തും. അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. എടുത്തിയാടിയോ എടുക്കാണ്ടി ആടിയോ താങ്കൾ മിണ്ടാണ്ടിരുന്നേ. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ഇത് ബ്രദറിന്റെ തീരുമാനമാണ്. ദാറ്റ്സ് ഓൾ. എന്താ ബ്രദറെ? ബ്രദറെ, എന്താ ദാറ്റ്സ് ഓൾ അല്ലേ? ദാറ്റ്സ് ഓൾ. എന്നാ വാ. മറ്റേ വധുസെത്തിയല്ല, ഇതെവിടെയായിരുന്നു? ക്ഷമിക്കണം, കൊച്ച് അവളൊരു പഴയ ടീച്ചറെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ. പെട്ടെന്ന് ടീച്ചർക്ക് അസുഖം കൂടുതലായി. ഉടനെ തന്നെ കാറെടുത്ത് ടീച്ചർ ഹോസ്പിറ്റലാക്കി വരുവാ. അയ്യോടാ, പേടിപ്പിച്ചു കളഞ്ഞു. ഇനി ഏതായാലും സമയം കളയണ്ട. അതെ, അച്ഛൻ ശവടക്കിന് പോകാനാണേ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യായിരുന്നു. ശവം വെയിറ്റ് ചെയ്തോളും. അതല്ലടാ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. ഓ, അതൊന്നും സാരമില്ലെന്നേ. ആരായാലും ഇങ്ങനെയൊക്കെ പറയും. എന്നാ ശരി. ഹലോ, ടീച്ചർ മരിച്ചായിരുന്നു? മരിച്ചില്ലല്ലേ? സോറി. എന്റെ ചെറുപ്പത്തിലും ഇതുപോലെ ടീച്ചർ മരിക്കുമായിരുന്നു. ഇന്ന് നീ, നാളെ നീ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്ന് വിവാഹിതരാകുന്ന പാലക്കലാനിയുടെയും കല്യാണം വേണ്ട. തല്ലിപ്പൊളിയാക്കോ? എന്താ മോളെ നീ പറയുന്നേ?
എന്നോട് പറഞ്ഞില്ലേ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. അങ്ങേർക്ക് അയാളുടെ ബ്രദറാ വലുതെന്നല്ലേ പറഞ്ഞത്? എന്റെ ഭാവി പ്രശ്നമല്ലെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരാളുമായിട്ടുള്ള ഒരു നശിച്ച കുടുംബ ജീവിതം എനിക്ക് വേണ്ട. സോറി, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനും സംസാരിക്കട്ടെ. തോമാച്ച വേണ്ട, ആ കൊച്ചു പറഞ്ഞാലും കാര്യമുണ്ട്. ഇയാള് പറഞ്ഞതും കുറച്ച് കൂടുതലാ. ബ്രദറും കൂട്ടുകാരനും ഒക്കെ നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാൾ എത്രയോ ശക്തമാണ്, പവിത്രമാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം. ഏതായാലും ഇത്രയൊക്കെ നടന്നുപോയ സ്ഥിതിക്ക് ഈ വിവാഹം ഇപ്പം വേണ്ട. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ഒന്നുകൂടെ മനസ്സമ്മതം നടത്തിയിട്ട് മതി. ഇപ്പോ ഇവരുടെ വിവാഹം നടക്കട്ടെ. എന്താ ബ്രദറെ? അല്ല, അച്ഛൻ പറഞ്ഞ പോലെ ഇത്രയൊക്കെ നടന്നു സ്ഥിതിക്ക് വേണ്ട. അങ്ങനെ ഒരു കല്യാണം നടക്കാത്ത സ്ഥിതിക്ക് ബ്രദറിന്റെ കല്യാണം മാത്രമായിട്ട് നടത്തുന്നില്ല. എന്താ? അതെ, എന്നാലും ഒരെന്നാലും ഇല്ല. അച്ഛോ, കല്യാണം ക്യാൻസൽ. അച്ഛൻ പോയി ശവടക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇതുപോലെ അതും ചെയ്ഞ്ഞു നാറും. ബ്രദറെ വാ. അല്ല ചേട്ടായി, ബ്രദറെ, എന്റെ പ്രായം ബ്രദറെ. ബ്രദറെ, ഒന്ന് ഭക്ഷണം കഴി. ഒന്ന് ചെല്ലേ. അതേ കരിസാറേ, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? ഇത് ലോകത്ത് അവസാനത്തെ പെണ്ണൊന്നുമല്ലല്ലോ. സംഭവം ശരിയാ. സാർ സ്വല്പം കരിഞ്ഞു പോയി, വെള്ളം അടിച്ച് കുറച്ച് ഓഞ്ഞും പോയി എന്ന് വെച്ച് ഏതെങ്കിലും ഒരു കൂതർ പെണ്ണ സാർ കിട്ടാതിരിക്കോ? ഒന്നുകളെയും പന്നി. എനിക്ക് കളറില്ലെന്നും ഗ്ലാമറില്ലെന്നൊക്കെ ഞാൻ പറയും. അത് കേട്ട് ഇങ്ങോട്ട് വലത്തമ്മണ്ടല്ലോ, കുത്തി കുടലെടുക്കും ഞാൻ. ഓ, തിരുപ്പതിയായി. ഞാൻ നിർത്തിയേ. കരിസാർ, രാജ സാറേ, സാറ് കഴിക്കും. കരിസാർ ഇങ്ങനെ ആയിപ്പോയി. കരിസാറിന് ലുക്കില്ലെന്ന് മാത്രമല്ല, ബുദ്ധിയില്ല, വിവരമില്ല. ബ്രദറിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. ചവിട്ടി പരിപ്പെടുക്കില്ല. എന്തേ? ഞാനും നിർത്തി. നിങ്ങൾ വയ്ക്കോ. ഓ, വാ. ബ്രദറെ വാ, വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. ബ്രദർ കഴിച്ചോ. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട, എന്നെ വിട്ട്. ശരിയാ ബ്രദറെ, തെറ്റായിപ്പോയി, പറ്റിപ്പോയി. ഒരുമിച്ച് താലി കെട്ടി ഒരുമിച്ച് ഈ വീട്ടിലേക്ക് ഞാനും ബ്രദറും നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൂടെ കയറി വരുന്നത് സ്വപ്നം കണ്ടതിൽ വന്നുപോയ തെറ്റാ. ബ്രദർ അങ്ങ് ക്ഷമിക്ക്. അതല്ല ബ്രദറെ. ഒന്നുമില്ല, ഞാൻ പോവാം. അവരുടെ വീട്ടിൽ ചെന്ന് പറയാം. സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കും. എന്നിട്ട് ഒതുങ്ങില് കാല് പിടിക്കും. എന്താ? അയ്യേ, ബ്രദർ എന്തൊക്കെയാ പറയുന്നത്? നടത്തും ബ്രദറെ. ഏത് കഴുതയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ബ്രദറിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ലെങ്കിൽ പിന്നെ ബ്രദറിന്റെ ബ്രദറാണെന്നും പറഞ്ഞ് ഞാൻ നടത്തിട്ട് എന്ത് കാര്യം? ബ്രദറിനെ ഞാൻ ബ്രദറെ എന്ന് വിളിച്ചിട്ടുള്ളൂ, എന്നെ കൊണ്ട് തെറി വിളിപ്പിക്കരുത്. ബ്രദർ എന്തായി പറയുന്നത്? ബ്രദർ കാല് പിടിക്കേ, മാപ്പ് പറയേ. എന്തിന്? പോവാ പറ. എനിക്കെന്റെ ബ്രദറാ വലുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി കൊല്ലിച്ചു. അപ്പൊ ബ്രദറിന് പെണ്ണേട്ടണ്ടേ? അയ്യേ, എന്തിന്? ഒരു പെണ്ണ് വേറെ പണിയില്ല. വിശക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. എന്നാ പോയി എടുത്ത് വെക്കടാ. വാ. കോബ്രകളാണെങ്കിലും ചിലപ്പോഴൊക്കെ നീർക്കോലികളുടെ മനസ്സായിരുന്നു അവർക്ക്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ. എന്നിട്ടാ മക്കൾ ഇപ്പൊ എവിടെ ഉണ്ട്? മക്കളാ? കല്യാണം നടന്നല്ലേ മക്കളുണ്ടാവൂ. കോബ്രാസിന്റെ മക്കളുടെ കാര്യമല്ല, കോബ്രാസിന്റെ കാര്യം ചേട്ടൻ ചോദിച്ചത്. ഓ, അവരാ? ആ സംഭവത്തോടെ അവരുടെ കല്യാണത്തിന്റെ ആ സംഗതി നുള്ളിക്കണം. അല്ല, ആ വിചാരമേ. മാത്രമല്ല, നാണക്കേട് കാരണം ആ നാട്ടിലെ താമസം അവർ അവസാനിപ്പിച്ചു. ഇനി കോയമ്പത്തൂർ പ്രദേശ്, അവിടെ പുതിയ വീട് കണ്ടെത്തണം, പുതിയ ബിസിനസ് തുടങ്ങണം. അതിന്റെ ആദ്യ ചൂടുവയ്പ്പാണ് ഞങ്ങളുടെ ഈ യാത്ര. അവരോട് വിഷമിക്കണ്ടെന്ന് പറയണം. അവർക്ക് കിട്ടും കാണാൻ നല്ല ചേലുള്ള നല്ല രണ്ട് സുന്ദരി പെങ്കൊച്ചുങ്ങളെ.
ലക്ഷണം കണ്ടിട്ട് പെണ്ണുങ്ങൾ ഇടിവെട്ടാണെന്നാണ് തോന്നുന്നത്. ഇടിവെട്ടാണെങ്കിൽ ഉറപ്പ് പുറകെ കാറ്റും കോളും കാണും. ജോൺ സാമുവലും മക്കളും. ജഡ്ജപ്പാപ്പിന് പറയാമല്ലോ ഉണ്ടേ പറയേ. നേരം കുറെ ആയാലും ഈ പെങ്കൊച്ചുങ്ങളുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ നുണയുന്നു. നുണയല്ലടാ ഐസക്കെ, നെയ്യ, വല നെയ്യ. നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ എക്സിക്യൂട്ടർ ആയിരിക്കുന്ന സാമുവൽസ് ഹോസ്പിറ്റൽ അടുത്ത ആഴ്ച ലീസിന് കൊടുക്കാൻ ലേലത്തിന് വെക്കുമ്പോ നിങ്ങൾക്ക് കിട്ടണം. അതിനാരൊക്കെയാ നിങ്ങൾക്ക് എതിരാളികളായിട്ട് ലേലത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നെന്ന് അറിയണം അല്ലേ? പറയാം, പക്ഷെ വേണം. ഒറ്റ നോട്ടത്തിൽ കാര്യമായ എതിരാളികളില്ല. ഒരാളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ജോൺ സാമുവൽ. അങ്ങേരോ? അയാള് പൊട്ടി പാളീസായിരിക്കല്ലേ, ലേലം പിടിക്കാൻ പണം വേണ്ടേ? അതാ പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ എതിരാളികളില്ലാന്ന്. പക്ഷെ അതങ്ങനെ നിസ്സാരമായി കാണണ്ട. പണം ലേലത്തിന് തൊട്ടു മുമ്പ് കെട്ടിയാ മതി, സമയമുണ്ട്. അയാളുടെ കയ്യിൽ ഇനി വിൽക്കാൻ എന്താ ഉള്ളത്? ആ വീട്. അത് വാങ്ങാൻ ആരും വരില്ല. ഇനി വന്നാൽ വാങ്ങാനും പോണില്ല. അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നോട്ടവും കിടപ്പും ജോണിന് അനുകൂലമാണ്. ജഡ്ജപ്പാപ്പൻ ജോത്സ്യം പറയാൻ നിൽക്കണ്ട, അറിയാവുന്ന നിയമവശം പറഞ്ഞു തന്നാ മതി. അങ്ങനെ വലിയ നിയമം പറയാൻ ഞാൻ ആര്? ഇതൊക്കെ ഒരു ശീലമല്ലേടോ. ഇല്ലേ, വെറും ഒരു ചൂറ്റാനീസ് വക്കീല് മാത്രമായി എന്നെ നീ അടക്കം എല്ലാരും എന്തേ ജഡ്ജപ്പാപ്പാന്ന് വിളിക്കുന്നത്? ജോൺ സാമുവലിന് പണം വരും, അതും അയാളുടെ പെങ്കൊച്ചുങ്ങൾ നിമിത്തം. വടക്ക് നിന്നും അയാൾക്കുള്ള പണം വരുന്നുണ്ട്, കൊട്ടക്കണക്കിന്. സൂക്ഷിച്ചോ. ഈശോയെ കാത്തുകൊള്ളണേ. വീട് നോക്കാൻ ആള് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിടോ? ആരൊക്കെ കളിക്കുന്നുണ്ട് സാറേ, വരുന്നൊന്ന് പറയുന്നതല്ലാതെ. ആരാ നോക്കി? ഓ, ആ നിങ്ങളോ? വരൂ, ഇരിക്കെ. ഒരിക്കൽ ആശുപത്രി ലേലക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചെറിയ മനപ്രയാസം ഉണ്ടായെന്നുള്ളത് സത്യം. ആ വിഷമത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറക്കണം. ഇപ്പോ ഈ ലേലത്തിൽ സാറ് പങ്കെടുക്കുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒരു മത്സരം വേണ്ട, നമുക്ക് ഒരുമിച്ച് പോ. അതെങ്ങനെയാടോ കുറുക്കനും കുരങ്ങനും കൂടെ പങ്കുവച്ചോടം ചെയ്യണത്? അയ്യോ സോറി, ഈ കുരങ്ങൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാ. വാശിക്കാരനാണ് നീ. ഈ മർക്കടമുഷ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാ. ശരി, വേണ്ട. കച്ചവടത്തിൽ പങ്കും കൂട്ടും വേണ്ട, പക്ഷെ ജീവിതത്തിലാകാമല്ലോ. അതുകൂടി നേരിട്ട് പറയാനാ വന്നത്. ഞങ്ങൾക്ക് സാറിന്റെ മക്കളെ വിവാഹം ചെയ്താൽ കൊള്ളാന്നുണ്ട്. ബന്ധുബലം ഒരു ബലം തന്നെ ഞങ്ങൾക്കും സാറിനും. അതൊന്നും വേണ്ട. നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്നെ വിട്ടേക്ക്, എൻ്റെ മക്കളെയും. സാർ അത് പ്ലീസ്. ഗുഡ് നൈറ്റ്. സാറാ ലേലം പിടിക്കുന്നുണ്ടോ? എവിടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നടക്കില്ല. പണം വേണ്ടോടൂ. വരും സാറേ, പണം വരും. സ്റ്റോപ്പ് പ്ലീസ്, സ്റ്റോപ്പ് പ്ലീസ്. ഓ, വെർ ഇസ് ദ ബ്രേക്ക്? എന്താ പറഞ്ഞത്? ഒരു ചായ കുടിച്ചാലോ? ഓക്കെ. രണ്ട് സ്ട്രോങ് ടീ, അതിലൊന്ന് ലൈറ്റ്. ആ ലൈറ്റ് അത്ര അങ്ങോട്ട് ലൈറ്റ് ആക്കണ്ട, കുറച്ച് കിടപ്പം കുറഞ്ഞോട്ടെ. സ്ട്രോങ് ആയിട്ട് ലൈറ്റ്, ലൈറ്റ് ആയിട്ട് സ്ട്രോങ്. ചേട്ടാ, ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഒരു എത്ര കിലോമീറ്റർ വരും? കാറിലോ ബസ്സിലോ? ജീപ്പിൽ. ജീപ്പിലാണെങ്കിൽ 50 കിലോമീറ്ററോളം വരും. ഓഹോ, കാറിലാണെങ്കിലോ? കൂടും, 60ഓളം വരും.
ഓ ജീപ്പിന് വന്നത് നന്നായി അല്ലേ ബ്രദറെ? പോലെ 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 ഏയ് പോലെ വണ്ടി വിടല്ലേ ബ്രദറെ എങ്ങോട്ടാ? ഏയ് നിർത്ത് നിർത്ത്. ഏയ് നിർത്താൻ. ഏയ് വണ്ടി നിർത്ത്. നിർത്താൻ. ഏയ് വണ്ടി നിർത്ത്. ഇങ്ങോട്ട് മാറാൻ വേണ്ടി. അതന്നെടാ അതെ. എന്താ എന്താടോ? ഏയ് ആള് മാറിപ്പോയി. താൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. ഇയാക്കെന്താ പ്രാന്താണോ? അയ്യേ സോറി. വെറുതെ മനുഷ്യനെ കിടത്താൻ. എന്താ ബ്രദറെ പ്രശ്നം? അത് വേറൊരാളാണെന്ന് കരുതി. ഇത്രയും കാലമായിട്ടും ബ്രദറിന് ഇത് മതിയായില്ലേ? ബ്രദറിന് വേറെ പണിയൊന്നുമില്ലേ? ബ്രദർ പോ. എത്ര മാഷേ? 10 രൂപ. ബ്രദർ എങ്ങോട്ടാ? ചായയുടെ കാശ് കൊടുക്കാൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. ഏയ് കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം കാശ്. എന്നാലേ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാൻ കൊടുത്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. ബ്രദർ വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, അപമാനത്തിന്റെ അല്ല, അഭിമാനത്തിന്റെ. അത് പറയും. ഞങ്ങള് ബ്രദേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെടണ്ട കേട്ടോ. എന്താ ബ്രദറെ, ബ്രദറിന് കാശ് കൊടുക്കണോ? ഏയ് ബ്രദറിന്റെ വാശിയല്ലേ, കൊടുത്തു. ബ്രദറിന് വിഷമായോ? ഏയ് ദാ 10 രൂപ എന്നല്ലേ താൻ പറഞ്ഞത്? അത് ചായയുടെ. ഈ കടതല്ലി പൊളിച്ചതിന്റെ കാശാണ് തരും. അതെത്ര? അത് 3500. അത് ബ്രദർ തരും. ഞാനാ എന്തിന്? ബ്രദറിലെ പ്രശ്നം തുടങ്ങി. ബ്രദറിലെ പ്രശ്നം മനസ്സിലാക്കിയത് ഞാനും കൊടുക്കുന്നില്ല. കൊടുക്കൂലേ? കൊടുക്കൂല. കൊടുക്കും. പക്ഷെ അടുത്ത പ്രശ്നത്തിൽ ബ്രദർ കൊടുത്തോളാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലടോ? അയ്യോ പിന്നെ അതാ കറക്റ്റ്. 1 2 3 4. കൊള്ളാം. കാലക്കൻ അഗ്രികൾച്ചർ വർക്ക് എന്ന് വെച്ചാ വാസ്തുഹാര. എന്ത്? ആശാരിപ്പണി ബ്രദറെ. ഓ യാ യാ. ഒരു 4 കോടി രൂപ കണ്ണും പൂട്ടി കൊടുക്കല്ലേ ബ്രദറെ? കണ്ണും പൂട്ടി കൊടുത്താൽ കണക്ക് തെറ്റും ബ്രദറെ. അതല്ല ബ്രദറെ, 4 കോടി രൂപ കൊടുക്കാവോ? 5 കോടി കൊടുത്താലും നഷ്ടമാ. നഷ്ടോ? ഓണർക്ക്. ബ്രദറെ നല്ല കടും ചുമലിച്ച പെയിന്റ് അടിച്ച് എങ്ങനെ ഉണ്ടാവും? തീരെ സിമ്പിൾ ആയി പോകും. ഓ എങ്കിൽ ജനൽ പാളിസിലൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ചാലോ? ഓ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വലിയ തറവാടികളാ. അതൊന്നും സാരമില്ല, നിവർത്തിയേട് കൊണ്ട് കൊടുക്കുന്നതാ. ഈ നിവർത്തിയുടെ കഷ്ടപ്പാടൊക്കെ ലോകത്തുണ്ടാവണമെന്നേ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോ സകലതിന്റെ കയ്യിലും കാശും കാറും. അത് തന്നെ ശരിയല്ലേ ബ്രദറെ? യെസ്, ഗ്ലോബൽ റെസിഷൻ. എന്തുട്ട്? സമതല തന്തുലിതാവസ്ഥ. ജോൺ സാറേ അവര് വന്നു. വരൂ വരൂ. ആരാ അത്? ജോൺ സാമുൽ സാറാ, ഹൗസ് ഓണർഷിപ്പാ. എന്നുവെച്ചാ മുങ്ങാറായി ഈ വീടിന്റെ കപ്പിത്താനാ. ഓ മുങ്ങിക്കപ്പൽ. ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് അത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ മലയാള സിനിമ ജനിച്ചു വീണാൽ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര്. അതെ, അത് ബാലൻ. കറക്റ്റ്. നികൃഷ്ടൻ തന്നെ. ഡൈനി ബ്രദറെ എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഏയ് ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ യൂസ്ഡ് ആണ്. താൻ കൊണ്ടുപോയി ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് സാറിന്റെ ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ല, അത് അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് തൂക്കിച്ചത്. ഓ ഡെഡ് എൻഡ്. ടോയ്ലറ്റ് എവിടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു.
മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഞാൻക്കൊന്ന് കെട്ടിത്തൂക്കിയതാ, പ്രേതശല്യമുണ്ട്, എന്തൊക്കെ കഥകളാ. ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. അത് ഈ പ്രേതമെന്ന് പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കമുണ്ടെങ്കിലും ഓക്കെ. സ്ഥലം തീരെ അങ്ങോട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാച്ചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത് പറ. അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം ഒരു 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൻ പറയുക ക്രോർപതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല, എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ ഒരു 6 മാസം. അത്രയും കാലത്തെ അവരുടെ പിന്നെ ചേട്ടൻ അതും കൊണ്ട് അങ്ങനെ നിർത്തണ്ട. മക്കളുടെ പഠിത്തം തീരുന്നവരെ ചേട്ടന് വരാൻ പോണ വാദത്തിന്റെ ചികിത്സയുടെ ചെലവും ഇവിടെ പറമ്പിൽ കൂർക്ക് പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ? ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത തുന്തിലിതാവസ്ഥ. അതാ ബ്രദർ ഒരു കാര്യം ചെയ്യും, ചേട്ടന് ഒരു 2.5 രൂപ അങ്ങ് തരും. അയ്യ ബ്രദർ എന്തിന്? ഓട്ടെ ബ്രദറെ, ആലോചിച്ച് തീരുമാനിക്കും. അങ്കിൾ ആലോചിക്കട്ടെ.